പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ GTയിൽ തന്നെ 2 വേരിയൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത ടൈമിൽ നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോർമലി നമ്മുടെ ഫുൾ ഓപ്ഷൻ GT ആയിരുന്നു ആദ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വന്നൊരു വേരിയൻ്റാണ് നിങ്ങൾ ഈ ഫ്രണ്ട് കാണുന്ന നോർമൽ GT, അതായത് മിഡിൽ ഓപ്ഷൻ്റെ ഫീച്ചേഴ്സോടുകൂടിയുള്ള ഒരു GT. അപ്പോൾ ഈ ഫുൾ ഓപ്ഷൻ്റെ GTനെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു വേരിയന്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് വൈസ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ സെയിം നിങ്ങൾക്ക് 1.5 ലിറ്റർ TSI എഞ്ചിനാണ് കിട്ടുന്നത്. അതിൻ്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 150 PS ആണ് ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ 7 സ്പീഡ് DSG ഗിയർ ബോക്സിനാണ്. അത് ഫുൾ ഓപ്ഷനിലാണെങ്കിൽ 7 സ്പീഡ് DSGനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് എന്നുള്ള ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റിൽ മാത്രമാണ് ഒരു ചേഞ്ചസ് വരുന്നത്. ഹെഡ് ലാമ്പ് യൂണിറ്റ് എന്ന് വെച്ചാൽ ഫുൾ ഓപ്ഷൻ GTയിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ ഒരു സെപ്പറേറ്റ് പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് കിട്ടുന്നത്. ഇതിലാകുമ്പോൾ നമുക്കെന്ന് വെച്ചാൽ LED ഹെഡ് ലാമ്പാണ് കിട്ടുന്നത്. ഓക്കെ, ഡിമ്മിനും ബ്രൈറ്റിനും സെപ്പറേറ്റ് സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെക്ഷനിലാണ് ഇൻഡിക്കേറ്റർ ഈ ഒരു വേരിയന്റിൽ കൊടുത്തില്ല. എന്നാൽ ഞാൻ പറഞ്ഞ ആ മറ്റേ വേരിയന്റിലേക്ക് പോകുമ്പോൾ ഫുൾ ഓപ്ഷൻ GTയിലേക്ക് പോകുമ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി ആ ഫുൾ ഹെഡ് ലാമ്പ് യൂണിറ്റ് തന്നെ ചേഞ്ച് ആണ്. ഇതിൻ്റെ DRL ഇവിടെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചെറിയൊരു സ്ട്രിപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് GTയുടെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ സെയിം ഫോഗ് ലാമ്പൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ സെയിം ആണ്. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡിസൈൻ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് സെയിം തന്നെയാണ് കിട്ടുക. പിന്നെ നിങ്ങൾക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഒരു ചേഞ്ചസ് എന്ന് വെച്ചാൽ GTയുടെ ബാഡ്ജിങ് സെയിം നിങ്ങൾക്ക് ഇതിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ അലോയ് വീലിൻ്റെ അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈനിൽ മാറ്റമുണ്ട്. നമുക്ക് ഫുൾ ഓപ്ഷൻ്റെ ആ ഒരു GTൻ്റെ അകത്ത് പോകുമ്പോൾ, അതായത് GT പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റിൽ പോകുമ്പോൾ ഫുള്ളി ബ്ലാക്ക് പെയിൻറ്റഡ് അലോയ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു അലോയ് ഡിസൈൻ അല്ല വരുന്നത്. അതിൽ ഡിസൈനിൻ്റെ അകത്ത് മാറ്റമുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്താണ് നമുക്ക് റെഡ് കാലിപ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈഗൂൺ GT ഈ ഒരു വേരിയൻ്റ് ഉണ്ടല്ലോ മിഡിൽ ഓപ്ഷൻ്റെ ഫീച്ചേഴ്സിൽ, അതിൽ നമുക്ക് റെഡ് കാലിപ്പർ കൊടുത്തില്ല. അതെന്താ അങ്ങനെ കൊടുത്തുള്ള ഒരു ധാരണ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, അത്രയാണുള്ളത്. പിന്നെ അതിന് സൈഡിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അലോയ് വീലിൻ്റെ ഡിസൈനിലും കാര്യത്തിലൊക്കെ മാറ്റമുണ്ട്. വീൽ സൈസും കാര്യങ്ങളൊക്കെ സെയിം ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 205/55 R60 എന്ന് പറഞ്ഞൊരു ടയർ സൈസാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇനി പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈനിൽ വേറെ മാറ്റമൊന്നുമില്ല. പിന്നെ നോട്ടഡ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ഫൈബർ ഫിനിഷാണ് കിട്ടുന്നത്. ഓക്കെ, ആ ഒരു ഫുൾ ഓപ്ഷൻ GTയിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. പറ്റുകയാണെങ്കിൽ ഞാൻ റെഫറൻസിന് ഇവിടെ കാണിച്ചു തരാം എങ്ങനെയാണ് GTയിലുണ്ടാകുക, ഫുൾ ഓപ്ഷൻ GTയിലുണ്ടാകുക എന്നുള്ളൊരു കാര്യം. പിന്നെ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂഫിലേക്ക് നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സെയിം ബോഡി കളർ തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. നമുക്ക് ആ ഒരു GT പ്ലസിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്ലാക്ക് പെയിൻറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ വെച്ചാൽ സൺ റൂഫ് നമുക്ക് ഫുൾ ഓപ്ഷൻ GT കിട്ടും. ഇതിലാണെങ്കിൽ സൺ റൂഫ് അതുപോലെ തന്നെ ബ്ലാക്ക് പെയിൻറ്റഡ് റൂഫ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അതാണ് ഒരു മിസ്സിങ് വരുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സെയിം ആണ്. റിയറിലേക്ക് വരുമ്പോഴുള്ള ഡിസൈൻ്റെ അകത്ത് സെയിം തന്നെയാണ്. വേറെ വലിയ വ്യത്യാസമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിലാണെങ്കിൽ നമുക്ക് സ്പോയിലർ കൊടുത്തിട്ടുണ്ട് ഓപ്ഷനായിട്ട്. പിന്നെ റിയറിലാണെങ്കിൽ ക്യാമറ ഇവിടെ കാണാൻ പറ്റും. 180 ഡിഗ്രിയുടെ ഒരു നോർമൽ ക്യാമറ. അതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് GTയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. റിയറിലാണെങ്കിൽ 3 സെൻസേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ സെയിം ആ ഒരു ഫുൾ ഓപ്ഷനിലുള്ള GTയിലുള്ള സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെയർ വീലും കാര്യങ്ങളൊക്കെ. സ്പെയർ വീൽ ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്പെയർ വീലിൻ്റെ സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെയാണ് 205/55 R16 ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സ്പെയർ വീൽ MRFൻ്റെ ആണ്. ഇൻബിൽഡായിട്ട് ടയേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തില്ല. ഓക്കെ, അന്ന് ഞാൻ ഇതിനു മുമ്പ് ബൂട്ട് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ സൗണ്ട് കൂടിപ്പോയിട്ട് ഞാനിപ്പോൾ ശരിക്കും പറയാൻ മെല്ലനെയാണ് സംസാരിക്കുന്നത്. ഇതൊരു ക്ലോസ്ഡ് സർഫസിലായതുകൊണ്ടാണ് ശരിക്കും പറയാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ സൗണ്ടും കേൾക്കുന്നത്. അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. ഡിസൈൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല, ആ റൂഫ് നമുക്ക് ഇവിടുന്ന് കാണുന്ന ഒരു ബ്ലാക്ക് ഉണ്ടാകത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ പുറകെ നോക്കുകയാണെങ്കിൽ. അല്ലാണ്ട് റിയറിൽ ഓൾമോസ്റ്റ് എല്ലാ ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഇവിടെയായിട്ട് നമുക്ക് D4 ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷാർക്ക് പിൻ ആൻറ്റിനെയാണ് നമുക്ക് എല്ലാ വേരിയൻറ്റിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ റിവ്യൂവിലും പറയാൻ വിട്ടുപോകുന്നൊരു കാര്യമാണ് GTക്ക് നമുക്ക് അവിടെ എക്സോസ്റ്റ് ഉണ്ടാവും. മനസ്സിലാവും, 2 ഡബിൾ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 1 ലിറ്ററിലാണെങ്കിൽ നമുക്ക് സിംഗിൾ എക്സോസ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ എൻ്റെ റിവ്യൂവിൽ ഇതിന് മുമ്പ് പറഞ്ഞില്ല, പക്ഷേ പലരും കമൻറ്റ് ചെയ്തതായിട്ട് കണ്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ്. ഇതിൽ തന്നെ നമുക്ക് റിക്വസ്റ്റിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മിഡിൽ ഓപ്ഷൻ GTയിലാണെങ്കിൽ കൂടെ. പിന്നെ 4 പവർ വിൻഡോസ് വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിൽ നമുക്ക് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ORVM അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ് കൺട്രോൾ ചെയ്യാനുള്ള യൂണിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓട്ടോ ഹെഡ് ലാമ്പ് അല്ല ഇതിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് സെയിം ആസ് നമുക്ക് ഫുൾ ഓപ്ഷൻ എങ്ങനെയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഓപ്ഷൻസ് ഇതിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലസ്റ്ററിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റങ്ങളുണ്ട്. അതായത് നമുക്ക് ഫുൾ ഓപ്ഷൻ GTയിലാണെങ്കിൽ ഫുള്ളി ഡിജിറ്റൽ കോക്ക്പിറ്റ് കിട്ടും. ഇതിലാണെങ്കിൽ നമുക്ക് ഡിജിറ്റൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇത്ര മാത്രമാണ് കൊടുത്തുള്ളത്. പിന്നെ ഈ ഒരു സൈഡിൽ RPM മീറ്ററും ഈ ഒരു സൈഡിൽ സ്പീഡോമീറ്ററും നമുക്ക് അനലോഗിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫ്യൂൽ ഗേജിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്രയാണുള്ളത്. പിന്നെ സെയിം ഫുൾ ഓപ്ഷൻ ആ ഒരു GTയിലുള്ള സെയിം തന്നെയാണ് ഇൻഫോർടൈൻമെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അതായത് സെയിം ഫീച്ചേഴ്സാണ്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം നിങ്ങൾക്ക് ഇതിൽ കണക്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു IRVM ഉണ്ടല്ലോ, ഇൻസൈഡ് റിവർ വ്യൂ മിറർ നമുക്ക് ഓട്ടോ വരുന്നില്ല, ഓട്ടോ ഫോൾഡ് ഓപ്ഷൻ കൊടുത്തിട്ടില്ല.
പിന്നെ എ സിയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഇതിലും കൊടുത്തിട്ടുണ്ട്. ടച്ച് ആൻഡ് സ്വൈപ്പ് ആണ് ഓപ്ഷൻസ് എല്ലാം തന്നെ വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് വയർലെസ് ചാർജിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. C2C ചാർജിങ്ങിൻ്റെ പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് ഇതിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഓട്ടോ സ്റ്റാർട്ട് ഓഫ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൽ ഫുൾ ഓപ്ഷൻ്റെ ഇനിയും മിസ്സിംഗ് എന്ന് പറയാനുള്ളത് വെന്റിലേറ്റഡ് സീറ്റ് ഇതിൽ വരുന്നില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ബ്രേക്ക് ലിവർ ആണെങ്കിലും ഇതാണ് കൊടുത്തുള്ളത്, അതായത് ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവറാണ് കൊടുത്തുള്ളത്, ഇലക്ട്രിക്കലി വരുന്നില്ല. 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ്, പിന്നെ ചെറിയൊരു സ്പേസ്, ചെറിയ കപ്പ് ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലൈഡിങ് ആംറസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടായിട്ടൊരു സ്പേസ്, നമുക്ക് ചെറിയൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അത്രയാണുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോ ബോക്സ്. ഓക്കെ, കൂളിംഗ് ഗ്ലോ ബോക്സ് ആണ്. അത്രയാണുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അങ്ങനെ റിവ്യൂ ആയിട്ട് ഞാൻ ഇത് ശരിക്കും റിവ്യൂ ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. കാരണം ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ടൈഗൂണിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ, ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടപ്പോൾ പലർക്കും ഈ ഒരു വേരിയന്റിനെ പറ്റി അറിയത്തില്ല. അതുകൊണ്ടാണ്, അതായത് കാരണം GT ഇറങ്ങിയ ടൈമിൽ ആ ഒരു ഒറ്റ വേരിയന്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം GT കുറച്ചുകൂടി അഫോർഡബിൾ ആക്കിയിട്ട് എത്തിക്കണം എന്നുള്ളതുകൊണ്ട്, അതായത് അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വേരിയന്റ് കൊടുത്തത്. അതായത് നിങ്ങൾക്ക് പെർഫോമൻസും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും, ഫുൾ ഓപ്ഷൻ്റെ സെയിം പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അഡീഷണൽ ഈ ഒരു എന്താ പറയുക ഫീച്ചേഴ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്കൊരു ഡ്രൈവ് കംഫർട്ട് ആയിട്ടുള്ള ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ ഈ ഒരു വേരിയൻ്റ് അടിപൊളിയാണ്. ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക ഷോറൂമിൽ പോയിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിയറിലെ സീറ്റിംഗ് പോസ്റ്റർ വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് AC വെൻസ് റിയറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് പോർട്ട് C2C തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 3 ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ട് തന്നെ റിയറിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സീറ്റ് നമുക്ക് 60/40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ എടുത്ത് പറയുന്നത് വെച്ചാൽ ഇതിൽ പറയാനാണെങ്കിൽ കുറേ ഓപ്ഷൻസ് വേറെ ഉണ്ട്. അതായത് നമുക്ക് ഈ ഒരു സീറ്റ് ബെൽറ്റിനെ കുറിച്ചൊക്കെ പറയുകയാണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് പറയുന്നത് വെച്ചാൽ ഒരു ഫുൾ ഓപ്ഷനിൽ ഉള്ളതിൻ്റെ അകത്ത് പുറമെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തും കൂടി എന്തൊക്കെ കിട്ടും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നു മാത്രം. കാരണം പലരും പ്രതീക്ഷിക്കും റിയർ AC ഇവൻ്റ് ഒന്നും നമുക്ക് ഇതിലും കിട്ടത്തില്ല, ഫുൾ ഓപ്ഷൻ ആ GTയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് അതൊക്കെ കാര്യമായിട്ട് എടുത്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും ലെങ്ത് ആക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ചെയ്യണം തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഫോക്സ്വാഗൻ്റെ എല്ലാ വീഡിയോസും ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാനിപ്പോൾ ഫോക്സ്വാഗൻ കണ്ണൂരിന്നാണ്. അപ്പോൾ നിങ്ങളിവിടെ കുറേ ഡെക്കറേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഐ ലവ് GT, അതായത് GTയുടെ കുറേ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളോ ഉള്ള ടൈമിലൊക്കെ ഒരു നല്ലൊരു ലെഗസി ഉണ്ടായിരുന്നു ഈ ഒരു GTക്ക്. അതിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കുറേ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഷോറൂമിൽ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഷോറൂമിലൊന്ന് വിളിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു GT ഒക്കെ ആണെങ്കിൽ നല്ല ഓഫർ പ്രൈസിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ജസ്റ്റ് അതിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തെങ്കിലും അറിയണമെന്നുണ്ട് ഒന്നിക്കാൻ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി തന്നെ കോൺടാക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോക്സ്വാഗൻ കണ്ണൂരിൽ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് അന്വേഷിച്ചാൽ മതി. ഇതുവരെ ചാനൽ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ വെച്ചാൽ ലാസ്റ്റ് പറയാനുള്ളത്, ഇതൊരിക്കലും പ്രൊമോഷൻ അല്ല. ഈ ചാനൽ ഞാൻ പ്രൊമോഷൻ ചെയ്യാറില്ല. ഈ ഒരു ഷോറൂമിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടുന്ന് എന്തൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നു അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നെക്സ്റ്റ് വീഡിയോസ് കാണാം.